ഇപ്പൊ കറന്റ്ലി അപ്പൊ എന്താണ് അവസ്ഥ? നിങ്ങളെ ഇഷ്ടമാണ്. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? എനിക്ക് നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ട് നോ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ചക്കിലെടുത്ത് ഇവയുടെ വർത്താനം പറയരുത്. ഒരു വിവാഹത്തിലേക്കൊന്നും പോവാനും എനിക്ക് താല്പര്യമില്ല. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ തരുമോ? ആ നമ്പർ കൈ ഇരിക്കട്ടെ. ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇത് വലിയ ശല്യമായല്ലോ. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. കുടുംബങ്ങളൊക്കെ ഇറങ്ങിയിരിക്കല്ലേ, ആ മുട്ടത്തലയുടെ മോന്ത തൊട്ടില്ലേ കണ്ണിലിട്ട് കുത്തും ഞാൻ. നിങ്ങൾ എന്നെ കല്യാണം കഴിഞ്ഞ ഫ്രണ്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കാണാമോ? വൃത്തികേട് പറയാത്ത വൃത്തികെട്ടവനെ ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ, ബ്രദർ ആയിട്ട് പോലും കാണാമല്ലോ വേണമെങ്കിൽ. എനിക്ക് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട്. എന്താ ആ പ്രതീക്ഷയും? ഐ ഹാവ് എ സിബ്ലിംഗ്. ഒരു ഫോൺ കോണ്ടാക്ട്? നോ. എന്നാ ഫോൺ നമ്പറെങ്കിലും കൊടുത്തിട്ട് പോണ്ടേ? അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഓക്കെ. ഞാൻ എന്താണെന്ന് അറിയാതെ എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ഇതാ ഫേസ്ബുക്കിൽ കൊണ്ടൊരു പോസ്റ്റ്. നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്റെ പേര് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൂടെ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആലോചിക്കണ്ട ചെയ്യുന്ന സമയത്ത്. ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ. അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ, ഇങ്ങനെയുണ്ട് ആണുങ്ങള്? ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയും ഉണ്ട്. എനിക്ക് നിങ്ങളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടു, പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ നിത്യമേനോനെ വിട്ടോ?